കുങ്കുമം വിരിയുന്ന നാട്, അതാണ് ഇന്ത്യയിലെ കാശ്മീർ. പാരമ്പര്യമായി കുങ്കുമ കൃഷി ചെയ്യുന്ന, മഞ്ഞ് വീഴുന്ന, താപനില -ഓളം താഴുന്ന കാശ്മീരിലെ പാമ്പോറിലാണ് ലോകത്തിലെ ഏറ്റവും മികച്ച കുങ്കുമം വിളയുന്നത്. ഈ മേഖലയിലെ പ്രധാന കാർഷിക വരുമാനവും കുങ്കുമപ്പൂവിൽ നിന്നു തന്നെ. ലോകത്തിലെ ഏറ്റവും വില കൂടിയ സുഗന്ധവ്യഞ്ജനമാണ് ചുവന്ന സ്വർണം അഥവാ റെഡ് ഗോൾഡ് എന്നറിയപ്പെടുന്ന കുങ്കുമപ്പൂവ്. മഞ്ഞു വീഴുന്ന കാശ്മീരിന്റെ താഴ്വാരങ്ങളിൽ മാത്രം കാണുന്ന ഈ വിസ്മയം ഇന്ന് ഭാരതത്തിന്റെ പല ഭാഗങ്ങളിലും വളരുന്നുണ്ട്, പ്രത്യേകം സജ്ജമാക്കിയ ശീതീകരിച്ച മുറികളിൽ. സമുദ്രനിരപ്പിൽ നിന്ന് 2000 മുതൽ 2500 മീറ്റർ ഉയരമുള്ള പ്രദേശങ്ങളിൽ മാത്രം വളരുന്ന കാശ്മീരിലെ പാരമ്പര്യ കുങ്കുമപ്പൂ കൃഷി കേരളത്തിലെ അകത്തളങ്ങളിൽ എത്തിച്ചിരിക്കുകയാണ് ജെയിംസ് കാപ്പാനി എന്ന മുൻ പ്രവാസി. കേരള പഴനി എന്നറിയപ്പെടുന്ന സുബ്രഹ്മണ്യ ക്ഷേത്രവും പുത്തൂർ പള്ളിയും അതിരിടുന്ന തൃശൂർ ജില്ലയിലെ പ്രാന്തപ്രദേശമായ പുത്തൂരും സമീപ പ്രദേശങ്ങളും തെങ്ങും കവുങ്ങും വാഴയും പച്ചക്കറികളും വിളയുന്ന ഒരു കാർഷിക ഗ്രാമമാണ്. പാലക്കാടൻ ചുരം കടന്നെത്തുന്ന ചൂടുള്ള പൊടിക്കാറ്റ് വീശുന്ന ഈ ഗ്രാമത്തിലും ഹൈടെക് കൃഷിയിലൂടെ വിളയും കുങ്കുമം എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ കുങ്കുമ കർഷകൻ. ദീർഘകാലത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ ജെയിംസ് ആദ്യമായി കൃഷിയും കാർഷികോൽപ്പന്നങ്ങളുടെ കയറ്റുമതിയുമാണ് നടത്തിയത്. പിന്നീട് വ്യത്യസ്തമായ കൃഷിയിലേക്ക് മാറി. തുടക്കത്തിൽ നമ്മൾ സൗദിയിൽ ഡിഫൻസിൽ HVAC മേഖലയിൽ വർക്ക് ചെയ്യുകയായിരുന്നു. അതിനുശേഷം 20 കൊല്ലത്തോളം അവിടെ വർക്ക് ചെയ്തു. തിരിച്ചു വന്ന് നമ്മൾ എക്സ്പോർട്ട് ബിസിനസ്സാണ് തുടങ്ങിയത്. അതിനുശേഷം നമ്മൾ നമ്മുടേതായ ഒരു പ്രൊഡക്റ്റ് വേണമെന്നുള്ള ആഗ്രഹത്താൽ നമ്മൾ പല മേഖലകളും പരീക്ഷിച്ചു നോക്കി, ശ്രമിച്ചു നോക്കി. അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ ഗോൾഡൻ സ്പൈസസ് നമ്മുടെ കണ്ണിലുടക്കിയത്. അപ്പോൾ നമ്മൾ ആ കൃഷി തുടങ്ങുന്നതിന് വേണ്ടിയുള്ള പഠനങ്ങൾ ആരംഭിച്ചു. ഏകദേശം 2 വർഷത്തോളം നിരന്തരമായ പഠനത്തിൻ്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും പോയി സമാന രീതിയിൽ കൃഷി ചെയ്യുന്നവരും കാശ്മീരിൽ പോയി അവിടുത്തെ കൃഷി രീതികളെ കുറിച്ചും പഠിച്ച് മനസ്സിലാക്കി നമ്മളിവിടെ കൃഷി ആരംഭിക്കുകയാണ് ഉണ്ടായത്. കാശ്മീരിലെ പരമ്പരാഗത കുങ്കുമ കൃഷിയിടങ്ങൾ പലവട്ടം സന്ദർശിച്ച ജെയിംസ് പാംപോറിലുള്ള കുങ്കുമ ഗവേഷണ നിലയത്തിൽ നിന്നാണ് കുങ്കുമ കൃഷിയിൽ പരിശീലനം നേടിയത്. പാംപോറിലെ കർഷകരിൽ നിന്ന് നേരിട്ടാണ് കുങ്കുമ കൃഷിക്ക് ആവശ്യമായ കോംസ് അഥവാ കിഴങ്ങുകൾ എന്നറിയപ്പെടുന്ന കുങ്കുമ വിത്തുകൾ ശേഖരിക്കുന്നത്.
കാശ്മീരിൽ നിന്ന് കൊണ്ടുവരുന്ന വിത്തുകൾ അണുവിമുക്തമാക്കിയതിനു ശേഷം ജലാംശം നീക്കം ചെയ്ത് സൂക്ഷിക്കും. വീടിന്റെ മട്ടുപ്പാവിൽ 150 ചതുരശ്ര അടിയിൽ പ്രത്യേകം സജ്ജീകരിച്ച മുറിക്കുള്ളിലാണ് ജെയിംസ് കൃഷി ചെയ്യുന്നത്. നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് കാശ്മീരിലെ പാമ്പോർ എന്ന സ്ഥലത്ത് വളരുന്ന കാശ്മീരി സഫ്രോണാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. ആ വിത്തിനാണ് കൂടുതൽ നമ്മൾക്ക് അധികം പരിചരണം ഇല്ലാതെ തന്നെ നല്ല ഈൽഡ് കിട്ടുന്ന ഇനമാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അതിനനുസരിച്ചുള്ള റിസൾട്ടും നമുക്കിവിടെ കിട്ടി. ഇപ്പോൾ അതിനുശേഷം ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ആയ മൾട്ടിപ്ലിക്കേഷൻ സ്റ്റേജിലും നമുക്ക് നല്ലൊരു ഗ്രോത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കഴിയാൻ നല്ല ഗ്രോത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലതെല്ലാം ചില ആടിയിട്ടുണ്ടെങ്കിലും ഓൾമോസ്റ്റ് നമുക്ക് നല്ല ഗ്രോത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നല്ല വിത്ത് വാങ്ങിയാൽ മാത്രമാണ് നല്ല റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. അത് ഈ ഒരു കൃഷി എന്നല്ല, ഏതൊരു കൃഷിയിലും അങ്ങനെ തന്നെയാണ് നമ്മൾ. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഇതിൻ്റെ മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഏത് ബിസിനസ് ചെയ്താലും ഏത് കൃഷി ചെയ്താലും മാർക്കറ്റാണ് ഒരു പ്രധാന ഘടകം. മാർക്കറ്റ് കണ്ടെത്തിയതിന് ശേഷം മാത്രമേ ഏവരും കൃഷിയിലോട്ട് ഇറങ്ങാൻ പാടുള്ളൂ. ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിപണിയിൽ നമ്മൾക്ക് ആവശ്യമായതിൻ്റെ 10% മാത്രമേ ഉൽപാദനം നിലവിലുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയൊരു വിപണി സാധ്യത ഇതിനുണ്ട്. കുങ്കുമപ്പൂ കൃഷിയിൽ ഏറ്റവും പ്രധാനം ശരിയായ രീതിയിലുള്ള നടിയിലാണ്. നല്ല നീർവാർച്ചയുള്ള മണൽ കലർന്ന മണ്ണാണ് ആവശ്യം. പൂഴിമണലാണ് ഉപരിതലത്തിലിടുന്നത്. മണ്ണിൽ ആവശ്യമായ പോഷകങ്ങൾ നൽകിയതിനു ശേഷമാണ് മണ്ണ് തയ്യാറാക്കുന്നത്. ട്രേകളിലാണ് വിത്തുകൾ നടുന്നത്. ഇത് മണ്ണ് തയ്യാറാക്കുന്നതിലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിപ്പോൾ നമ്മൾ മുകളിൽ മേൽമണ്ണ് കൊടുത്തിരിക്കുന്നതാണ്. മേൽമണ്ണ് നമ്മളത് ഒരു സാൻഡി മേൽമണ്ണാണ് കൊടുത്തിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ നിന്നുള്ള സ്മെല്ല് മറ്റ് കാര്യങ്ങളൊന്നും തന്നെ പുറത്തു വരാതിരിക്കാൻ വേണ്ടി നമ്മൾ സാൻഡിയാണ് ലെയറാണ് കൊടുത്തിരിക്കുന്നത് മുകളിലുള്ളത്. കണ്ടോ, ഒരു മണലുണ്ടെങ്കിലും കൂടി മണൽ മിക്സ്ഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ ആ ഒരു മിശ്രിതം മുകളിലും അടിയിൽ നമ്മൾ മൂലങ്ങളെല്ലാം ചേർത്ത് നമ്മൾ ഇവിടുത്തെ നാട്ടിലെ സോയിലാണ്. ഒരു സ്റ്റെപ്പ് റെഡ് സോയിലും കൊടുത്തിട്ടുണ്ട്. മറ്റേത് നമ്മൾ പാടത്ത് കൃഷി സ്ഥലത്ത് നെൽപ്പാടത്തുള്ള മണ്ണിനെ നമ്മൾ അതിൽ ആവശ്യമായ മൂലകങ്ങൾ ആഡ് ചെയ്ത് അതിന് സ്റ്റെറിൽ ചെയ്താണ് ഇതിനകത്ത് കയറ്റുന്നത്. കുങ്കുമ കൃഷിക്ക് മതിയായ താപനില ക്രമീകരിക്കേണ്ടതുണ്ട്. ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ് തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തിയാണ് കേരളത്തിൽ കുങ്കുമം വിളയിക്കുന്നത്. നിയന്ത്രിതാന്തരീക്ഷത്തിലാണ് കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്നത്. പൂ ഉൽപാദനത്തിനു ശേഷം പ്രവർത്തനം, നിദ്രാവസ്ഥ എന്നീ വളർച്ചയുടെ വിവിധ ഘട്ടത്തിൽ വ്യത്യസ്ത താപനില ആവശ്യപ്പെടുന്ന കുങ്കുമച്ചെടിക്കായി താപനില ക്രമീകരിച്ച് പ്രത്യേകം തയ്യാറാക്കിയ ശീതീകരിച്ച മുറിയിൽ ആവശ്യത്തിന് വെളിച്ചവും നൽകിയാണ് കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്നത്. കൃത്യമായ പോഷകങ്ങൾ വെള്ളത്തിലൂടെയും അന്തരീക്ഷത്തിലൂടെയും നൽകും. സ്വയം നിയന്ത്രിതമായ ഓട്ടോമേഷൻ സംവിധാനത്തിലൂടെയാണ് ഈ താപനില ക്രമീകരിക്കുന്നത്. സൗദി അറേബ്യയിലെ ഡിഫൻസിൽ എയർ കണ്ടീഷൻ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന ജെയിംസിന് അതെല്ലാം നിസ്സാരമാണല്ലോ. ശരിയായ രീതിയിൽ പരിചരണവും പോഷണവും നൽകിയാൽ മികച്ച വിളവ് തന്നെ ലഭിക്കും. നമ്മളിവിടെ ഈ ബാച്ച് തുടങ്ങിയത് ഓഗസ്റ്റിലാണ്.
ഓഗസ്റ്റിൽ കഴിഞ്ഞ് ഓഗസ്റ്റ് നമ്മളിവിടെ പ്ലാന്റിൽ പ്ലേസ് ചെയ്ത് സെപ്റ്റംബർ ഒക്ടോബർ ലാസ്റ്റോടുകൂടി നമുക്ക് ഫ്ലവർ ഉണ്ടായി. അത് നമ്മളതിനെ ഇത് ചെയ്തു, അതായത് ഹാർവെസ്റ്റിംഗ് നടത്തി അതിനെ പ്രോസസ്സ് ചെയ്ത് നമ്മൾ വിപണിയിലെത്തി. വിപണിയിൽ ഓർഗ്യൂസ് എന്ന ബ്രാൻഡിലാണ് നമ്മൾ വിപണിയിൽ എത്തിച്ചത്. അപ്പോൾ നമുക്ക് നല്ല വിപണിയിൽ നിന്ന് നല്ല പ്രതികരണമാണ് കിട്ടിയത്. കേരളത്തിൻ്റെ ഈ അറ്റം മുതൽ അറ്റം വരെയുള്ള ഒട്ടുമിക്ക എല്ലാ ജില്ലകളിൽ നിന്നും നമുക്ക് ഓർഡർ വന്നിരുന്നു. 1 ഗ്രാം മുതൽ 1 കിലോ വരെ ഓർഡർ നമുക്ക് വന്നിരുന്നു. നമുക്ക് ഇവിടെ 1 കിലോ നമ്മൾ അതിനുള്ള പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നില്ല, പക്ഷെ നമുക്ക് ഓർഡർ വന്നിരുന്നു. അപ്പോൾ 1 ഗ്രാം 2 ഗ്രാം 5 ഗ്രാം മുതലുള്ള ഓർഡറുകളെല്ലാം നമുക്ക് പ്ലേസ് ചെയ്യാൻ സാധിച്ചു. 1 കിലോ നമുക്ക് ഉൽപ്പാദനം അത്രയും ഉണ്ടായില്ല, അതുകൊണ്ട് നമുക്കത് പ്ലേസ് ചെയ്യാൻ സാധിച്ചില്ല. ഓരോ കോംസിൽ നിന്നും 6 മുതൽ 7 പൂക്കൾ വരെ വിരിയും. ക്രോക്കസ് സാറ്റൈവസ് എന്ന കുങ്കുമച്ചെടിയുടെ വിത്തുകൾ കാഴ്ചയിൽ ലില്ലിയുടെയോ ഉള്ളിയുടെയോ ബൾബുകൾ പോലെ ഇരിക്കുമെങ്കിലും സാങ്കേതികമായി ഇതൊരു ബൾബല്ല, കോമാണ്. ഇതിനു പുറത്ത് ഒരു നേർത്ത തൊലിയും ഉണ്ടാകും. ഇതിന്റെ ഉപരിതലത്തിലുള്ള അഗ്രമുകുളം അഥവാ ടെർമിനൽ ബഡാണ് വസന്തകാലത്ത് ഇലകളായും പൂക്കളായും പരിണമിക്കുന്നത്. ഈ ബൾബിന് നമുക്ക് ഏകദേശം കിലോയ്ക്ക് 2500 മുതൽ 3500 രൂപയാണ് വില. അപ്പോൾ അത്രയും മൂല്യമുണ്ട് ഇതിന്റെ ബൾബിന് തന്നെ. അപ്പോൾ അതനുസരിച്ച് കെയർ ചെയ്ത് നമ്മൾ അവിടുന്ന് കൊണ്ടുവരണം. കെയർ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ എക്സ്ട്രാ കെയർ തന്നെ കൊടുക്കണം. കെയർ കൊടുത്തില്ലെങ്കിൽ നമ്മൾക്ക് എന്തുണ്ടാവും വെച്ച് കഴിഞ്ഞാൽ ഇത് ഹ്യൂമിഡിറ്റി വന്ന് ഇത് കേടുവരാനുള്ള സാധ്യതയുണ്ട്. നല്ല രീതിയിൽ എയറേഷൻ കൊടുത്ത് എയറേഷൻ അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തതിന് ശേഷം ഒരു കാരണവശാലും പ്ലാസ്റ്റിക് സാക്കുകളിലാക്കാതെ കാർട്ടൺ ബോക്സുകളിലാക്കി നല്ല രീതിയിൽ കൊണ്ടുവരണം. അപ്പോൾ ഇത്രയും മൂല്യമുള്ള സംഭവമായതുകൊണ്ട് നമ്മൾ വളരെയധികം കെയർ ചെയ്ത് കഴിഞ്ഞ് ഫംഗസും കയറാൻ പാടില്ല. നമ്മൾ എയറേഷൻ്റെ സിസ്റ്റം ചെയ്യുന്നുണ്ടെങ്കിലും പോലെ ഫംഗസ് ഉൾപ്പെടാതെ വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കും. അപ്പൊ അങ്ങനെ ട്രീറ്റ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് ബൾബുകൾക്കൊന്നും ഒരു കേടുവരില്ല. കേടുവരാതെ ബൾബ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബൾബാണെങ്കിൽ നമ്മളിവിടെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. നമുക്കിവിടെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഓരോ പൂക്കാലം കഴിയുമ്പോഴും മാതൃകിഴങ്ങ് നശിച്ച് ചുറ്റും കുഞ്ഞു കിഴങ്ങുകൾ രൂപപ്പെടുന്നു. ബൾബുകൾ പോലെ കാണപ്പെടുന്ന ഈ കിഴങ്ങുകൾക്ക് ചുറ്റുമുള്ള നാരുകൾ ഒരു പുറംചട്ട പോലെ സംരക്ഷണ ഭിത്തിയായി പ്രവർത്തിക്കുന്നു. മണ്ണിലെ ഈർപ്പത്തിൽ നിന്നും കീടങ്ങളിൽ നിന്നും കിഴങ്ങിനെ സംരക്ഷിക്കുന്നത് പഴയ ഇലകളുടെ അവശിഷ്ടം രൂപാന്തരപ്പെട്ട ഈ ട്യൂണിക്കുകളാണ്. മണ്ണിൽ നിന്ന് വെള്ളവും വളങ്ങളും വലിച്ചെടുക്കുന്ന വേരുകൾ താഴേക്ക് വളരുന്നത് കോമുകളുടെ ഏറ്റവും താഴെയുള്ള പരന്ന ഭാഗമായ അടിത്തട്ടിൽ അഥവാ ബേസൽ പ്ലേറ്റിൽ നിന്നാണ്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന കുങ്കുമപ്പൂവിന്റെ പൂക്കാലം. ഇലകൾ പൂർണ്ണമായി ഉണങ്ങിക്കഴിഞ്ഞാൽ മണ്ണിൽ നിന്ന് പുറത്തെടുക്കാം. പൂക്കാലം കഴിഞ്ഞാൽ കോംസ് അഥവാ കിഴങ്ങുകൾ സുഷുപ്താവസ്ഥയിലേക്ക് അഥവാ ഡോർമൻസിയിലേക്ക് പോകും. സുഷുപ്താവസ്ഥയിലുള്ള ഈ കിഴങ്ങുകൾ അടുത്ത വസന്തത്തിനായുള്ള കാത്തിരിപ്പിലാണ്. സുഷുപ്താവസ്ഥയിൽ തന്നെ വിത്തുകൾ പുഷ്പിക്കുന്നു. ഈ സമയത്ത് നനയ്ക്കരുത്. പാരമ്പര്യ കൃഷിയിൽ നിന്ന് വ്യത്യസ്തമായി പൂവിടാൻ സജ്ജമായ കിഴങ്ങുകളെ മണ്ണിൽ നിന്നെടുത്ത് അനുയോജ്യമായ താപനിലയിലേക്ക് മാറ്റി സൂക്ഷിക്കുന്നു. പൂവിടുന്നതോടെ
കിഴങ്ങുകളിൽ മിതമായ അളവിൽ വെള്ളം നനച്ചു കൊടുക്കുന്നു. വേരുകളിടുന്നതോടെ വീണ്ടും നടിയിൽ മാധ്യമത്തിലേക്ക് മാറ്റി നടുന്നു. പിന്നീട് വിത്തുൽപാദനവും നിദ്രാവസ്ഥയുമാണ്. പൂവിടാറാകുന്നതോടെ മണ്ണിൽ നിന്ന് പുറത്തെടുത്ത് സൂക്ഷിക്കും. ഈ ചാക്രിക പ്രക്രിയ തുടർന്നു പോകും. കാശ്മീരിലാണെങ്കിൽ അവിടെ 10 മുതൽ 15 വർഷക്കാലം ഇവർ ഈ വിത്തുകളെ, അതായത് കോംസിനെ പറക്കില്ല. അവിടെ സ്ഥിരമായിട്ട് മണ്ണിലെ അടിയിൽ കിടക്കും. അവർ ആഡ് ചെയ്യുന്നത് വർഷത്തിൽ 2 വർഷം 2 മാസം 2 പ്രാവശ്യം, 2 മാസം മീൻസ് 2 പ്രാവശ്യം, വർഷത്തിൽ 2 പ്രാവശ്യം പറിച്ച് കളഞ്ഞ് അതിന് ആവശ്യമായ വളങ്ങൾ ആഡ് ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ ആ രീതിയല്ല അവലംബിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മളിവിടെ വ്യത്യസ്തമായ രീതിയിൽ അവിടുത്തെ ആർട്ടിഫിഷ്യലായിട്ടുള്ള ക്ലൈമറ്റും മറ്റ് ഘടകങ്ങളെല്ലാം നിയന്ത്രിച്ച് ചെയ്യുന്നത് ആ രീതിയല്ല നമ്മളിവിടെ അവലംബിക്കുന്നത്. പക്ഷെ അവിടെ നമ്മുടെ റബ്ബർ പോലുള്ള കൃഷി പോലെ തന്നെയാണ്. ഒരിക്കൽ വിത്ത് ഇറക്കി കഴിഞ്ഞാൽ 10 മുതൽ 15 വർഷക്കാലം തുടർച്ചയായി നമുക്ക് പൂക്കൾ തന്നുകൊണ്ടിരിക്കും. പുഷ്പങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞാൽ ജലാംശം നീക്കം ചെയ്യാനായി പൂക്കൾ ഡ്രയറിൽ ഉണക്കിയെടുക്കണം. വെയിലിൽ ഉണക്കരുത്. തുടർന്ന് ഇതളുകൾ നീക്കം ചെയ്യണം. ഇതളുകൾ ആയുർവേദ ഔഷധങ്ങളുടെയും സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെയും നിർമ്മിതിക്കായി ഉപയോഗിക്കുന്നു. ക്രോക്കസ് സറ്റൈവസ് എന്ന ചെടിയുടെ പൂവിനുള്ളിലെ ചുവന്ന നിറത്തിലുള്ള നാരുകൾ അഥവാ സ്റ്റിഗ്മയാണ് സുഗന്ധവ്യഞ്ജനമായി ഉപയോഗിക്കുന്നത്. ഒന്നര ലക്ഷത്തോളം പൂക്കളിൽ നിന്നു മാത്രമേ 1 കിലോ കുങ്കുമം ലഭിക്കുകയുള്ളൂ. കാശ്മീരിലെ 1 ഏക്കർ പാരമ്പര്യ കൃഷിയിടത്തിൽ വിളയുന്ന കുങ്കുമം നൂതന ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കുന്ന 450 മുതൽ 500 ചതുരശ്ര അടിയിലെ ഹൈടെക് കൃഷിയിൽ നിന്ന് ലഭിക്കുമെന്നാണ് ജെയിംസിന്റെ പക്ഷം. നമ്മുടെ പഞ്ചായത്ത് ഒത്തിരി കാർഷികപരമായി ഒത്തിരി മുന്നിട്ട് നിൽക്കുന്ന ഒരു പഞ്ചായത്താണ്. വളരെയധികം വ്യത്യസ്തമായ കൃഷികൾ ചെയ്യുന്ന കർഷകർ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. ഇപ്പൊ നമ്മുടെ ജെയിംസ് ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു വളരെ നല്ല ഒരു ഹൈടെക് കർഷകരാണ്. കാരണം ഇദ്ദേഹം ഈ ഒരു കുങ്കുമ കൃഷിയുടെ ഒരു ഐഡിയ ആയിട്ട് കൃഷിഭവനിൽ വന്നപ്പോൾ നമുക്കൊക്കെ അത്ഭുതമായിരുന്നു. എങ്ങനെ നമ്മുടെ കേരളത്തിനെ പോലുള്ള നമ്മുടെ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷനിൽ ഇത് എങ്ങനെ സക്സസ് ആവുമെന്ന് നമുക്കൊക്കെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് വളരെയധികം ഇതിൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഇതിനെപ്പറ്റി വളരെയധികം നന്നായി പഠിച്ച് റിസർച്ച് ചെയ്തിട്ടാണ് ഇതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം ഈ കൃഷി ഇവിടെ നമ്മുടെ കൺട്രോൾഡ് അറ്റ്മോസ്ഫിയർ അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുകളിലൊരു സ്ട്രക്ചർ ഉണ്ടാക്കി അതിൽ കൃഷി ചെയ്തു. അദ്ദേഹം അത് വിജയിപ്പിച്ച് കാണിച്ചു. ഇപ്പോൾ അദ്ദേഹം അതിനത് വ്യാപിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. അദ്ദേഹം ആ കൃഷിയിൽ വിജയിച്ചത് കൂടാതെ അദ്ദേഹം ഇപ്പൊ മറ്റുള്ളവർക്കും കൂടെ ഈ കുങ്കുമ കൃഷി നമ്മുടെ കേരളത്തിൽ എങ്ങനെ വ്യാപിപ്പിക്കാം എന്നതിനെ പറ്റി അദ്ദേഹം ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ട്. ഇതിനോടകം അദ്ദേഹം 3 ട്രെയിനിങ്ങുകളോളം അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തു. ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ കൃഷിഭവനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ അഭിമാനമുള്ള കാര്യമാണ്. കാരണം ഇത്തരത്തിലൊരു കർഷകൻ നമ്മുടെ കൃഷിഭവൻ പരിധിയിലുണ്ടെന്ന് ഞാൻ വളരെ അഭിമാനത്തോടെ എല്ലാവരോടും പറയാറുണ്ട്. എന്നോടും കുറെ പേര് ചോദിച്ചു വരാറുണ്ട് ഇദ്ദേഹത്തിനെ പറ്റി കേട്ടറിഞ്ഞിട്ട്. ഇദ്ദേഹം ഇത്തരം ഒരു കൃഷിയിലേക്ക് ഇറങ്ങാൻ കാണിച്ച ആ ഒരു മനോധൈര്യത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലും എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒത്തിരി പൈസ അദ്ദേഹം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രയധികം പൈസ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യാൻ കാണിച്ച ആ ഒരു ധൈര്യം, അതിന് അദ്ദേഹത്തിന് നല്ല റിസൾട്ട് കിട്ടി. അതിൽ ഞങ്ങൾക്കൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. ജെയിംസിന്റെ കൃഷിയിടത്തിലെ കുങ്കുമപ്പൂവിന് വലിയ തോതിൽ ആവശ്യക്കാരുണ്ട്. വർദ്ധിച്ചുവരുന്ന ആവശ്യങ്ങൾക്കൊപ്പം കൃഷിയും വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഈ കർഷകൻ. സഹായത്തിനായി ഭാര്യയും കുടുംബവുമുണ്ട്. സാങ്കേതിക വിദ്യ വളരുമ്പോൾ കൃഷിയിൽ അതിരുകളില്ലാതാവുകയും കാലദേശാതീതമായി തനത് കാർഷിക വിളകളും
സർവ്വവ്യാപിയാകുമെന്നതിന് തെളിവാണ് കാശ്മീരിനൊപ്പം തന്നെ കേരളത്തിലും വിളയുന്ന കുങ്കുമപ്പൂ. വളരുന്ന കാർഷിക കേരളവും നൂതന കാർഷിക വിപ്ലവങ്ങളിലേക്ക് കുതിക്കുകയാണ്. കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദി പ്രൊഡ്യൂസർ, കൃഷി ദർശൻ, ദൂരദർശൻ കേന്ദ്രം, കുടപ്പനക്കുന്ന്, തിരുവനന്തപുരം 695043. ഫോൺ 0471 27318770. ഇമെയിൽ ddkrishitvm@gmail.com.